പണ്ട് നടന്ന ഒരു സംഭവമൊക്കെ കാണിച്ചുകൊണ്ടാണ് 12ന്റെ 5th എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് കുറച്ച് ആൾക്കാർ ചേർന്നൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. ഓരോ ആൾക്കാരും ഓരോ തിരക്കിലായി പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നിലവില് കാഞ്ചിയും മാൽസുക്കും ബാംഗ്ലൂളും മാത്രമേ ഉള്ളൂ ട്രിപ്പിന്. സോ അവരും അങ്ങനെ ടെന്റൊക്കെ കെട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി എൻജോയ് ചെയ്യുമ്പോഴത്തേക്കും ബാംഗ്ലൂളും ഫുഡിൽ കൂടുതൽ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫുഡ് മോശമായി പോകുമെന്ന രീതിക്ക് ബാക്കിയുള്ളവർ പറയുന്നുണ്ടെങ്കിൽ പോലും ബാംഗ്ലൂൾ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെയാണ് ഓരോ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് മെറും അവരുടെ ഒപ്പം കൂടുന്നു. അങ്ങനെ അവരും മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ബാംഗ്ലൂളും തന്റെ കയ്യിലുണ്ടായിരുന്ന നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മെഡിസിൻ ഒക്കെ മെറിനും നൽകുന്നു. പക്ഷെ ഈ ഒരു മെഡിസിൻ എനിക്ക് ആവശ്യമില്ല, നീ ഡോണിക്ക് കൊടുത്താൽ മതി, അവനിത് ഉപകാരപ്പെടുമെന്നായിരുന്നു മിർ അപ്പോൾ ബാംഗ്ലൂളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു മിറും ഇവരെല്ലാവരും അപകടത്തിലാകുന്ന രീതിക്കുള്ള ആ ഒരു വിഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കൊണ്ട് കട്ടായതിനു ശേഷം ഇപ്പോൾ പ്രസന്റിൽ ആ ഒരു ഫൈറ്റ് സീനൊക്കെ കാണിക്കുകയാണ്. മാലസുക്കനും ഡോണിക്കും ആ ഒരു ഇവിൾ സ്പിരിറ്റിന്റെ അടുത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഡോണിയും ഇങ്ങനെ പോലെ ശരിയാവുകയില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ബാംഗ്ലൂൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ മെഡിസിൻ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ തന്നെ അവന്റെ ബോഡിയിൽ മൊത്തത്തിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മുഖമൊക്കെ പിങ്ക് കളറിലായി മാറുന്നു. ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഈവിൾ സ്പിരിറ്റ്സിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ എത്രയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടോ വീണ്ടും വീണ്ടും ഈവിൾ സ്പിരിറ്റ്സ് എണീറ്റ് വരുന്നു. ഇനി ബാംഗ്ലൂളിനെയും മെറിനെയും കാണിക്കുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് സാമിനും കുറെ ആൾക്കാരും കൂടി ചേർന്നിട്ടായിരുന്നല്ലോ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ബാംഗ്ലൂള് കുറെ അധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഇവിൾ സ്പിരിറ്റ്സിനെ തടയുവാനായിട്ട് ബാംഗ്ലൂളിനും പറ്റുന്നില്ല. കൂടാതെ മെറും അവളുടെ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂളിനെ തോൽപ്പിച്ചതിന് ശേഷം സാമിനും മിറിന് ബോധം കെടുത്തി അവിടെ നിന്നും അവളെ എടുത്തോണ്ട് പോകുന്നു. ഡോണിക്ക് ഇവിൾ സ്പിരിറ്റിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഏഞ്ചൽസിന് അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുവാനായിട്ട് സാധിക്കാതെ വരുന്ന സമയത്ത് തന്നെ ടൈസൺ അവിടെ എത്തിക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. ടൈസണും ഇവിൾ സ്പിരിറ്റ്സിന്റെ അടുത്ത് നല്ല രീതിക്ക് തന്നെ ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കുന്നു. കൂടാതെ ഗിംസിനും ബോധമൊക്കെ നഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ഡോണി ഈവിൾ സ്പിരിറ്റിന്റെ അടുത്ത് നല്ല രീതിക്ക് തന്നെ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതും പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്നു. ഈ ഒരു സമയത്ത് മാനസുഖം അതിനെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തുകയാണ്. മിറിനെ സാമിൻ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മിർ എവിടെയാണ് സോൾ സ്റ്റോൺ ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഇപ്പോൾ സാമിനും അറിഞ്ഞിരിക്കുന്നു. സോ ഈവിൾ സ്പിരിറ്റ്സിനെ വെച്ചിട്ട് മിർ സൂക്ഷിച്ചു വെച്ച ആ ഒരു സോൾ സ്റ്റോണും അവർ കൈക്കലാക്കുന്നു. ഓഗുയി നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു സെല്ലിൽ മിറിനെ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച അവൻ കാണുന്നു. അവനും മിറിനെ നോക്കി നിൽക്കുന്നു. അവശ്യ നിലയിലായിട്ടുണ്ടായിരുന്ന കിംസോണിനെ ഇപ്പോൾ ടൈസിന്റെ ബിൽഡിംഗിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവർ ബാംഗ്ലൂളിനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്കുമായിരുന്നു ബാംഗ്ലൂളിനെ സാവനും ടീമും വന്ന് ആക്രമിച്ചതിന് ശേഷം മിറിനെ അവർ കൂട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം തന്നെ ടൈസണും ടീമും അറിയുന്നത്. സോ യഥാർത്ഥത്തിൽ ഗിംസിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ആയിരുന്നില്ല അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും മറിച്ച് ഗിംസിനെ രക്ഷിക്കുവാനായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് മിറിനെ തട്ടിക്കൊണ്ടു പോകുവാനായിട്ടായിരുന്നു അവരുടെ യഥാർത്ഥ പ്ലാൻ എന്നുമുള്ള കാര്യം എല്ലാം തന്നെ ടൈസണും ടീമും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതും. ടൈസണും മിറിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നീ പോകുവാനായിട്ട് പാടില്ല, ഇവിടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്, നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഏതൊരു തീരുമാനവും മിറിനെ കൂടുതൽ അപകടത്തിലേക്ക് ആക്കുകയേ ചെയ്യുകയുള്ളൂ, അതുകൊണ്ട് തന്നെ നീ എനിക്ക് കുറച്ച് സമയം താ, ഞാനും വേണ്ട രീതിക്ക് തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളാം എന്ന് ഡിറ്റക്റ്റീവും ടൈസനെ അറിയിക്കുന്നു. ഗിംസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവിൾ സ്പിരിറ്റ്സ് ആണല്ലോ. സോ മനുഷ്യരുടെ അടുത്താണ് ഈവിൾ സ്പിരിറ്റ്സ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഈവിൾ സ്പിരിറ്റിന്റെ ആ ഒരു അറ്റാക്കിൽ നിന്നും ബോഡി റിക്കവർ ആകുവാനായിട്ട് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ തന്നെ കൊണ്ട് ചെയ്യുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കിംസന്റെ കാര്യം വളരെയധികം കഷ്ടത്തിലാണെന്നുള്ള കാര്യം ബാങ്ബോളും ടീമിനെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് വോൺസിംഗും ഒരു ഐഡിയ പറയുന്നത്. അതായത് ഹെൽമൗത്ത് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പവേഴ്സ് ഒക്കെ തിരിച്ചു കിട്ടുകയില്ലേ, ആ ഒരു പവേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈവിൾ സ്പിരിറ്റ്സിനെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാങ്ബോളിന്റെ പവർ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാങ്ബോളിന് ക്യൂംസിനെ രക്ഷിക്കുവാനായിട്ടും സാധിക്കുമെന്ന രീതിക്കെല്ലാം തന്നെ പോൺസിംഗ് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഹെൽമൗത്തൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് പോവുകയാണെങ്കിൽ അത് മനുഷ്യരെ വളരെയധികം നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. നമുക്കും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ സോൾവ് ചെയ്യുവാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഐഡിയയ്ക്ക് നിൽക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന രീതിക്കാണ് ഡിറ്റക്റ്റീവും അറിയിക്കുന്നത്. ബാങ്കൂളും തന്റെ ബ്ലഡിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഗിംസിന്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗിംസിനും ബോഡിയിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഡിറ്റക്റ്റീവ് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ച മോൺസിംഗും കാണിക്കുകയാണ്. ഇപ്പോൾ മിറിനും ബോധം വന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്നെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ സാമിന്റെ അടുത്തായിട്ട് അവൾ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും സാമിൻ വീണ്ടും അവളെ ബോധം കെടുത്തി അവിടെ തന്നെ കിടത്തുന്നു.
ഓഗിക്ക് 3 സോൾ സ്റ്റോൺസും കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിറിനെ നടുക്ക് കിടത്തിയതിനു ശേഷം ആ ഒരു സോൾ സ്റ്റോൺസ് വെച്ചിട്ട് അതിന്റെ പവേഴ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യിക്കുവാനായിട്ടാണ് ഇപ്പോൾ ഓഗിയും ടീമും നോക്കുന്നത്. അതേസമയം ഡിറ്റക്റ്റീവിനെ കാണാത്തത് കൊണ്ട് തന്നെ ടീമിലെ ബാക്കിയുള്ള അംഗങ്ങൾ എവിടേക്കായിരിക്കും ഡിറ്റക്റ്റീവ് പോയിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുന്നു. പക്ഷെ വോൺസിങ്ങും ഡിറ്റക്റ്റീവ് ഇതുവരെയായിട്ടും രാജിവെച്ച കാര്യം ഒന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഒരു പോലീസ് അല്ലേ, സോ അയാൾക്ക് ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കുമെന്നൊക്കെയാണ് എല്ലാവരുടെയും അടുത്തായിട്ട് പറയുന്നത്. പക്ഷെ അവരും ഡിറ്റക്റ്റീവ് രാജിവെച്ചു എന്ന കാര്യം അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും നേരെ ടൈസിന്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് ഡിറ്റക്റ്റീവ് ഒന്നും തന്നെ പറയാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നുവെന്ന് ടൈസിനെയും അറിയിക്കുകയാണ്. സോ സ്വന്തമായിട്ട് തന്നെ ആ ഒരു സാമിന്റെയും ടീമിന്റെ അടുത്തേക്ക് അവരെ നേരിടുവാനായിട്ടാണ് ഡിറ്റക്റ്റീവ് പോയതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ടൈസണും പോൺസിങ്ങും നേരെ ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്കായിട്ടും പോകുന്നു. 3 സോൾ സ്റ്റോൺസും കൂടി കൂട്ടി വെച്ചുകൊണ്ട് ഇപ്പോൾ ഓഗ്വിയും നേരത്തെ ആ ഒരു ഹെയ്റ്റഡ് പവേഴ്സ് എല്ലാം തന്നെ വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ കൂടെ മിറിന്റെ പവേഴ്സ് കൂടി അവൻ ഉൾപ്പെടുത്തുന്നുമുണ്ട്. സാമനയും ടീമും ഒരു ടണലിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷം പിന്നീട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഒന്നും തന്നെ അറിയിക്കില്ല എന്നായിരുന്നല്ലോ വോൺസങ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിറ്റക്റ്റീവും അതേ ടണലിൽ കയറിയിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വെപ്പണൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഏത് വഴിയിലൂടെ ആയിരുന്നോ സാമനയും ടീമും അകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നത്, ആ ഒരു വാതിലൊക്കെ അവനും കാണുവാനായിട്ട് സാധിക്കുന്നു. സോ അവനും അവന്റെ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പവർ ഇല്ലാതാക്കുവാനായിട്ട് നോക്കുകയാണ്. സോൾ സ്റ്റോൺസിന്റെ ഒപ്പം മിറിന്റെ പവർ കൂടി ഓഗ്വിയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയിരിക്കെ പെട്ടെന്ന് തന്നെ ഓഗ്വിയുടെയും മിറിന്റെയും ഇടയ്ക്ക് നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെയുള്ള ഒരു ഓർമ്മയൊക്കെ ഓഗിക്കും ഉണ്ടാവുകയാണ്. സോ ആ ഒരു ഷോക്കില് ഓഗിക്കും ബോധം നഷ്ടപ്പെടുന്നു. ഇതേ സമയം നിലത്ത് കിടന്നിട്ടുണ്ടായിരുന്ന സോൾ സ്റ്റോൺസ് ഇപ്പോൾ സാമിനും എടുക്കുകയാണ്. ഡിറ്റക്റ്റീവും യുവളി സ്പിരിറ്റ്സ് ഉണ്ടായിരുന്ന ആ ഒരു ഡോർക്ക് കടന്ന് അവരുടെ അടുത്തേക്കായിട്ട് എത്തുന്നു. സോ ഡിറ്റക്റ്റീവ് കൂടി എത്തിയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സാമിനും തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മന്ത്രവാദവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സോൾ സ്റ്റോൺസിന്റെ ശക്തി എല്ലാം തന്നെ അയാളിലേക്ക് തന്നെ ആവാഹിക്കുകയാണ്. സോ നേരത്തെ അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിവുകളെല്ലാം തന്നെ ഈ ഒരു സോൾ സ്റ്റോൺസ് കാരണം ഇല്ലാതായും പോകുന്നു. സോ ഇപ്പോൾ സാമിനാണ് വളരെയധികം പവർഫുൾ ആയിട്ട് നിൽക്കുന്നതും. സോ ഡിറ്റക്റ്റീവും ഇപ്പോൾ സാമിനോട് എങ്ങനെയാണ് ഇത്രയും കാലം നീ ജീവനോട് ഇരുന്നിട്ടുണ്ടായിരുന്നെന്ന് ചോദിക്കുന്നു. പക്ഷെ സാമിനും അതിനൊരു മറുപടി പറയുന്നില്ല. അതിന് പകരമായിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഈവിൾ സ്പിരിറ്റ്സിനെ ഫൈറ്റ് ചെയ്യുവാനായിട്ട് ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്കും അയക്കുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കുള്ള ഡിറ്റക്റ്റീവിന്റെ അടുത്തായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് ഒരുപാട് ഈവിൾ സ്പിരിറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ തന്റെ കയ്യിലുള്ള വെപ്പൺ കൊണ്ട് 3 രീതിക്കുള്ള ഉപയോഗങ്ങൾ ഉണ്ട് എന്ന രീതിക്കാണ് ഡിറ്റക്റ്റീവ് പറയുന്നത്. ഒന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഈവിൾ സ്പിരിറ്റ്സിനെ ഡിറ്റക്റ്റീവും അപ്രത്യക്ഷരാക്കുന്നു. അടുത്തതായിട്ട് ഇതുപോലെ ഒരുപാട് ഈവിൾ സ്പിരിറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ ഡിറ്റക്റ്റീവിന് ഒറ്റയ്ക്ക് ഇത്രയും പേരെ മാനേജ് ചെയ്യുവാനായിട്ട് പാടാണല്ലോ. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള വെപ്പണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് സ്പ്ലിറ്റ് ആകുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡിറ്റക്റ്റീവും അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡിറ്റക്റ്റീവും 5 പേരായി മാറിയിട്ട് എല്ലാവരുടെയും അടുത്തായിട്ട് ഫൈറ്റും ചെയ്യുന്നു. സോ ഡിറ്റക്റ്റീവും ഓരോരുത്തരുടെ അടുത്തായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരുപാട് ഈവിൾ സ്പിരിറ്റ്സിനെ ഇല്ലാതാക്കിയത് കണ്ടിട്ടുണ്ടായിരുന്ന സാമിനും കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഡിറ്റക്റ്റീവിനെയും കൊത്തുകയാണ്. ഇപ്പോൾ സാമിന്റെ ഉള്ളിലുള്ളത് ഹെയ്റ്റഡ് പവർ ആണെന്നുള്ള കാര്യം എല്ലാം തന്നെ ഡിറ്റക്റ്റീവിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ 1000ഓളം വർഷം എടുത്തിട്ടായിരുന്നു ഈ ഒരു കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെൽമൗത്ത് ഓപ്പൺ ചെയ്യുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പോലും സാമിനും പറയുകയാണ്. ഓഗ്വിക്ക് ഇപ്പോൾ ബോധം വന്നിരിക്കുകയാണ്. അവനും മിറിനെ നോക്കുന്നു. നേരത്തെ നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചും അവനപ്പോൾ ഓർക്കുകയാണ്. അതായത് നേരത്തെ മുറിവൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഓഗ്വിയുടെ അടുത്ത് ഒരുപാട് വിഷമത്തോടു കൂടി ആയിരുന്നു മിർ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ടേസണും ഓഗ്വിനെ പണിഷ് ചെയ്യുവാനായിട്ട് എത്തുമ്പോഴത്തേക്കും ഓഗ്വിനെ ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിർ ആയിരുന്നു അവനെ തടഞ്ഞതും. എങ്കിൽ പോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇവന് പണിഷ്മെന്റ് കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ടൈസണും മിറിനെതിരായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. നീ ഈ ലോകത്തിലെല്ലാം തന്നെ നശിപ്പിച്ചു എന്ന രീതിക്ക് ടൈസണും ഓഗിയുടെ അടുത്തിട്ട് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഞാൻ ആയിരുന്നില്ല, മറിച്ച് നിങ്ങളാണ് എന്റെ എല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അവനും മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ടൈസണും ഓഗ്വിനെ പണിഷുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് അവനെ തടഞ്ഞുകൊണ്ട് ഡിറ്റക്റ്റീവും എത്തുന്നു. ഓഗ്വിനെ കുറിച്ച് മെറിന് എന്തൊക്കെ മെമ്മറീസ് ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഡിറ്റക്റ്റീവും ഇപ്പോൾ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെറിനെ ഒരിക്കലും ഓഗ്വിനെ ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെറിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാനായിട്ടാണ് ടൈസന്റെ അടുത്തായിട്ട് ഡിറ്റക്റ്റീവ് പറയുന്നത്. അത് ദൈവത്തിന്റെ ആജ്ഞയാണെന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും ടൈസണും അതെല്ലാം തന്നെ കേൾക്കുന്നു. നീ ഇപ്പോൾ തന്നെ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാക്കൂ. അതിന്റെ ഒരു ഭാഗമാണ് മിറിന്റെ മെമ്മറിയിൽ നിന്നും നിന്നെ ഇല്ലാതാക്കിയത്. നീ ഇനിയും ജീവിച്ചിരിക്കുന്നതായിരിക്കും. നിന്നെ ഒരിക്കലും കൊല്ലുവാനായിട്ട് ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടില്ല. അതിന് പകരമായിട്ട് നിന്നെ ഹെൽമൗത്തിന്റെ അകത്തിട്ട് വയ്ക്കുവാനായിട്ടാണ് ദൈവത്തിന്റെ ആജ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് ഡിറ്റക്റ്റീവും
ഓഗ്വിനെ ആ ഒരു പാറക്കെട്ടിനകത്തേക്കായിട്ട് ബന്ധിച്ചു നിർത്തുന്നു. അങ്ങനെ ആയിരുന്നു അവനും ഹെൽമോത്തിന്റെ അകത്ത് പെട്ടുപോയിട്ടുണ്ടായിരുന്നത്. സോ ഓഗ്വിയും പണ്ട് നടന്ന ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കുന്ന സീനോട് കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.